ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് പ്ലാന്റ്സൊക്കെ നമുക്ക് സെയിലിനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ റേറ്റും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. DTDC വഴിയായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് അയയ്ക്കുക. അപ്പോൾ തൊട്ടടുത്ത DTDC ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. DTDC പലപ്പോഴും ഹോം ഡെലിവറി ഉണ്ടാവില്ല, പോയി കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ്. ആമപ്പൂ എന്നൊക്കെ പറയുന്ന പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ പിങ്ക് കളറും അതുപോലെ തന്നെ വയലറ്റും നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. ഒരുപാട് തവണ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. നിറയെ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇത് വയലറ്റ് കളറാണ്. നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സാണ്. വൈറ്റ് കൂടിയുണ്ട്. വൈറ്റ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ആയിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കോഞ്ചിയ പ്ലാന്റ് ആണ്. കോഞ്ചിയ ഓർക്കിഡ് ഷവർ അല്ലെങ്കിൽ പിങ്ക് പെട്രിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. പൂക്കൾ പെട്രിയ പ്ലാന്റിൻ്റെ പൂക്കളോട് സാമ്യമുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്. 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വയലറ്റ് പെട്രിയ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. ഇതിൻ്റെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഒരു എപ്പീസിയ പ്ലാന്റ് ആണ്. എപ്പീസിയയുടെ റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാവുക. ഷിമറിങ് റെഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നല്ലൊരു സിൽവർ കളറും റെഡ് കളറും കൂടെ ഒക്കെ ചേർന്നാണ് ലീഫിൽ വരിക. അപ്പോൾ ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മിനിയേച്ചർ എക്സോറ പ്ലാന്റ്സ് ആണ്. 2 കളറാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരിക. ഇത് പിങ്ക് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. രണ്ടാമത്തേത് ഈ ഒരു കളർ വൈറ്റ് കളറാണ്. ഇതുപോലെ നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ വൈറ്റും പിങ്കും ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. മിനിയേച്ചർ എക്സോറ പ്ലാന്റ്സ് ആണ്. അടുത്ത പ്ലാന്റ് വരുന്നത് പവിഴമല്ലി പ്ലാന്റ്സ് ആണ്. പവിഴമല്ലിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. പൂക്കൾ രാത്രിയിലാണ് വിടരുക. പുലരും മുമ്പ് തന്നെ പൂക്കളെല്ലാം കൊഴിഞ്ഞ് താഴെ വീണിട്ടുണ്ടാവും. പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞ് വീണ് കിടക്കുന്നതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പവിഴമല്ലിയുടെ പ്ലാന്റ്സിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് വയലറ്റ് മുല്ലയാണ്. ഇതുപോലെ സീസൺ ഇല്ലാതെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് വയലറ്റ് മുല്ല. പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ആലപ്പുഴ മുല്ലയാണ്. മുൻപ് നമ്മൾ സെയിൽ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പ്ലാന്റാണ്. കുറേ നാളുകളായിട്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു പ്ലാന്റ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ സ്മെല്ലും ഉള്ള പൂക്കളാണ്. വള്ളിയായിട്ട് കയറി പോകുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഗാൽപീമിയ പ്ലാന്റ് ആണ്. നിറയെ മഞ്ഞ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. നമുക്ക് ചട്ടിയിലോ അതല്ലെങ്കിൽ നിലത്തോ ഒക്കെ വളർത്താം. ചെറിയ ചെടിയായിരിക്കുമ്പോഴും തന്നെ നിറയെ പൂക്കൾ തരും. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ഫേൺ വെറൈറ്റിയാണ്. ഈ ഒരു ടൈപ്പ് ഫേണാണ് അടുത്തതായിട്ട് സെയിലിനുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഹെമീലിയ പ്ലാന്റ് ആണ്. നല്ല ഓറഞ്ച് നിറത്തിൽ ചെടി നിറയെ ഇതുപോലെ പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. നമുക്ക് കൊച്ചു പൂമരമായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ജെട്രോഫ പ്ലാന്റ് ആണ്. ജെട്രോഫ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. പൂക്കൾ സെയിം തന്നെയാണ്, പക്ഷേ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക വയലറ്റ് പേരയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അതുപോലെ തന്നെ വയലറ്റ് നിറമുള്ള കായ്കളാണ്. എയർ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ പെട്ടെന്ന് തന്നെ ആവും.
അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക മിനിയേച്ചർ മുസാണ്ടയാണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. നമ്മുടെ സാധാരണ മുസാണ്ടയെ കഴിഞ്ഞും ചെറിയ ലീഫോട് കൂടിയ പ്ലാന്റ് ആണ്. ഒരുപാട് വലുപ്പമൊന്നും വെക്കാതെ തന്നെ നിറയെ പൂക്കൾ തരും. ഈ ഒരു സൈസിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ടേക്കോമ ഓറഞ്ച് ആണ്. ഇതുപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് അയക്കുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഓക്സികാർഡിയം ഗ്രീൻ എന്നാണ് ഇതിൻ്റെ പേര്. നല്ലൊരു ഹാർട്ട് ഷേപ്പിലൊക്കെ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബൊഹീമിയ പ്ലാന്റ് ആണ്. ബൊഹീമിയയുടെ പ്ലാന്റ് ഇതിന് മുൻപ് ഒരു തവണ നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു പ്ലാന്റ് ആണ്. നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് ബൊഹീമിയ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് സെയിലിനുള്ളത്. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരിക. ഒരുപാട് വലുപ്പമുള്ള പ്ലാന്റ്സ് അല്ല, ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 180 രൂപയാണ് റേറ്റ് വരിക. നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 180 ആണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക വൈസ്രോയി ചെമ്പരത്തിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പൂക്കൾക്ക് സാധാരണ ചെമ്പരത്തി പൂക്കളെ കഴിഞ്ഞും കുറച്ച് സൈസ് ചെറുതായിരിക്കും പൂക്കൾക്ക് വരിക. അതുപോലെ തന്നെ നല്ല പിങ്ക് നിറത്തിലാണ് പൂക്കൾ വിരിയുക. അപ്പോൾ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.